കനകാന്റി, ഞാനേ സ്വപ്നത്തിലെ പോലും വിചാരിച്ചിട്ടില്ല ഈ വീട് സ്വന്താക്കാൻ പറ്റുമെന്ന്. ചിലപ്പോ അപ്പൂപ്പന്റെ മനസ്സ് മന്ത്രിച്ച് കാണുമായിരിക്കും അപ്പൂപ്പൻ പോവാൻ സമയമായി കാണുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പിള്ളേര് 4 പേരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് ഞങ്ങളുടെ പേരിൽ എഴുതി തന്നത്. പാവം. ஆமா லட்சு, நீ சொன்னது ரொம்ப சத்தியம்தான். பாவம் தான்ல நம்ம அப்பா. யாருக்கிட்டையும் ஒரு விரோதம் இல்லை, எல்லார்கிட்டையும் ரொம்ப அன்பா பேசுவார். என்ன வருத்தம் இருந்தாலும் அது மனசுக்குள்ளேயே வைப்பாரு. பாவம்ல. എന്താണ് വാക്കില്ലാത്തൊരു സമയത്ത് എല്ലാവരോടും ഒരു ചർച്ച, അതും വീട് നോക്കിക്കൊണ്ട്? നിന്നെ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും എന്നുള്ളൊരു ചർച്ചയിലായിരുന്നു. താനല്ല, നിന്റെ കെട്ടിയോ വിചാരിച്ച നടക്കൂല കേട്ടോ. ഞാനല്ല ഇപ്പൊ പറഞ്ഞത്. പിന്നെ കെട്ടിനെ പറയണ എന്തിനാ? അടിച്ച് പറ്റിച്ചെന്നുണ്ടല്ലോ. അമ്മായപ്പനും അമ്മായിയമ്മയും എപ്പോ വരും? വരൂ. ലച്ചു ഒരാളിവിടെ കൊണ്ടുവരണം എന്ന് വിചാരിച്ച ലച്ചു കൊണ്ടുവന്നിരിക്കും. ചേച്ചി ചേച്ചി അങ്ങനൊന്നും പറയണ്ട. അമ്മ വന്നപ്പോഴത്തേക്ക് കാറ്റത്ത് മരം ആടുന്ന പോലെ കിടന്ന് ആടിയായിരുന്നല്ലേ. അതെ, ഞാൻ നിങ്ങളെ പോലൊന്നും അല്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും, അനുസരിക്കേണ്ടവരെ അനുസരിക്കും. അമ്മൂമ്മ എടുത്ത് പോയി ഇങ്ങനൊന്ന് പറഞ്ഞു നോക്ക്. അമ്മൂമ്മ കാലേ വരെ തറയിലടി. കൊച്ചെ, കുഴിപ്പള്ളത്തമ്മ വരുമ്പോഴത്തേക്കേ അമ്മ കേൾക്ക് ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവൂല. കണ്ടു പഠിച്ചതും കണ്ട് ശീലിച്ചതും ഒക്കെ മറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനാ. അതാണ് മക്കളെ അതിന്റെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ അവസരോചിതമായിട്ട് നമ്മുടെ ഭാഷാശൈലിയും നമ്മുടെ സ്വഭാവ ശൈലികളൊക്കെ ഇങ്ങനെ നമ്മൾ മാറ്റണം, അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ചേട്ടാ, ചേട്ടൻ അങ്ങനൊന്നും പറയല്ലേ. ഏറ്റവും കൂടുതൽ മോശം വാക്ക് ഉപയോഗിക്കുന്ന ചേട്ടനാ. ആരുടെ മോശം വശം ഉപയോഗിക്കണേ? അത് മക്കളെ ശരിക്കുള്ള അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാല്, ചേട്ടൻ ചില സമയം ചില തെക്കൻ ഭാഷകൾ സംസാരിക്കും. അത് കേൾക്കാൻ ഭയങ്കര ഭംഗിയാണ്, അല്ലേ കനാൻറ്റി? ஆமாண்டா கேசு, நீ சூப்பர் தானே. എന്തെങ്കിലും പറയാൻ കേശു, അതിന് സൂപ്പർ പറയാൻ ആന്റി. മിണ്ടാണ്ടിരിക്കുന്നുണ്ട്, വായ തോന്നുന്നൊക്കെ വെറുതെ വിളിച്ചു പറയാ. സംസാരിക്കുന്നത് സെക്കൻഡ് റാങ്ക്. എന്തുവാ എന്തുവാ? സെക്കൻഡ് റാങ്കുകാരനോടാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം. നിനക്കത് കിട്ടിയതിന് ശേഷം റാങ്കിന്റെ വില പോയി. നിർത്തുങ്ങളെ, ഇപ്പി സണ്ട പോടാതീങ്ക. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നോടും കൂടിയാ. പറ. സിദ്ധുവിന്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞ നിങ്ങൾ രണ്ടുപേരും എനിക്ക് കുറച്ചെങ്കിലും വില തരണം. അവരുടെ മുമ്പിൽ വെച്ച് എന്തൊക്കെയാണ് പറയണത് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഇനിയിപ്പൊ അഥവാ നിങ്ങൾക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ ആ പാറമടയുടെ അവിടെ മാറ്റി നിർത്തി വിളിച്ചു പറ. ഞാൻ കേൾക്കാം, നിന്ന് കേൾക്കാം. എന്ത് അപമാനമാണെങ്കിലും ഞാൻ നിന്ന് കേൾക്കാം. ദയവേത് അവരുടെ മുമ്പിൽ വെച്ചൊന്നും പറയരുത് പ്ലീസ്. പറ്റുമോ? പറ്റുമോ? ആലോചിക്കാം. ഞാനും ആലോചിക്കാം. ഞാൻ ജനിക്കണതിന് മുന്നേ മേടിച്ചാന്ന് തോന്നുന്നു. ചേക്ക കേക്കണ്ടല്ലോ. ഇവിടെ ഇവിടെയും കേബിള്. എന്ത് പരിപാടി? കണ്ണു കണ്ടുകൂടി തേക്കാൻ പോണു. അത് വെച്ചിട്ടാ സ്വസ്ഥമായിട്ട് ജീവിക്കണ പിടിക്കണില്ലല്ലേ? എന്റെ പൊന്നേച്ചി, ഈ സാധനം കരണ്ടടിക്കുന്നുണ്ടല്ലോ. നമ്മള് പുതിയ തേപ്പൂട്ടി ഒന്ന് മേടിച്ചത്. എന്നിട്ട് പുതിയതും കൊണ്ടേ കേടാക്കിയില്ലേ? ആര് കേടാക്കി? ആരാണെങ്കിലും എന്താണെങ്കിലും അതും കേടായില്ലേ, ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതും ഷോക്ക് അടിക്കൂലേ. അപ്പൊ പിന്നെ ഇത് ഉപയോഗിക്കാൻ പോവാണോ? കരിഞ്ഞിരിക്കും കേട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. തേക്കാതിരിക്കാൻ പറ്റുമോ? ഒരു മാർഗമുണ്ട്. എന്തോന്ന്? തേക്കാതിരിക്കുന്നു. ഇത് പിടിച്ചിട്ടേ വേണ്ടെന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത പരിപാടി. എന്നിട്ട് ഞാൻ ഒരു തവണ ഇളക്കി നോക്കിയതാണിത്. അന്ന് പറഞ്ഞില്ലേ ഞാൻ? അത് മൊത്തം ഇളകിയിരിക്കുക. ഒച്ചൊക്കെ കേക്കണ്ട അതിനകത്ത്. അത് വെച്ചാ അപ്പൊ തേക്കാൻ പോയേ. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ചേച്ചി ചേച്ചി തേക്കാൻ പോവാണോ? അല്ല, പാടത്ത് കൊയ്യാൻ പോവുക. എന്റെ 2 ഡ്രസ്സും കൂടെ ഉണ്ട്, എന്ന് തേച്ചരോ? ഒന്ന് പോയ കൊച്ച അവിടെ നിന്ന്. ഈ ലക്ഷണം കണ്ടിട്ട് എനിക്ക് തോന്നല്ല മക്കളെ തേക്കൊന്നു. ലച്ചു, കുഴിപ്പുള്ളത് അച്ഛനും അമ്മയും.
എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വരണ്ടായിരുന്നോ മോനെ? അത് മാത്രമല്ല, ആ കോൺട്രാക്ടർ വന്നിരുന്നു, അയാളുമായിട്ട് സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ മാതിരി പണിയാ അവിടെ കിടക്കണത്. ഈ സാധനങ്ങൾ മൊത്തം ഒതുക്കണ്ടേ? ഇതെല്ലാം ഒതുക്കി കെട്ടി ഒരു റൂമിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ വന്നേക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്തേ? അവരിവിടെ തന്നെയുണ്ട്. സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് തൊട്ട് ഇവിടെ താമസം തുടങ്ങാന്ന്. അന്നേരം പറയാ അച്ഛനും അമ്മേനൊക്കെ പൊന്നു പോലെ നോക്കിക്കോളീന്നാണ് മേളിൽ നിന്നുള്ള ഓർഡർ. അല്ല എന്തേ അവരെ കണ്ടില്ലല്ലോ പുറത്തേക്ക്? അടുക്കളയിലുണ്ടായിരുന്നു. നീ എന്താ അടുക്കള കയറിയില്ലേ? ഞാൻ അടുക്കളയിലൊക്കെ കേറി അതിന് കുറച്ച് തുണി തേക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടി ഇറങ്ങിയതാ. പിന്നെ ചേച്ചി രാവിലെ അടുക്കള കയറി 2 കറിയും വെച്ച് അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ തുണിയും എടുത്ത് തേക്കാൻ ഇറങ്ങുമായിരുന്നു അല്ലേ ചേച്ചി? അല്ലേ യേശു, നീ എന്താ ഈ അയൺ ബോക്സ് കൈ പിടിച്ചിരിക്കണത്? ആ ഇവളിപ്പൊ ചേച്ചി തേക്കിറങ്ങാന്ന് പറഞ്ഞില്ലേ, അത് ഈ അയൺ ബോക്സ് വെച്ചാണ്. അത് കംപ്ലൈന്റ് ആയത്, തൊട്ടാ കറണ്ടടിക്കും. അയ്യോ ആണോ? അതൊന്ന് ഞാനും നോക്കട്ടെ. അല്ല ഇത് ഞാൻ പറഞ്ഞോണ്ട് നോക്കിയായിരുന്നു ഫുള്ള്. നീ നോക്കുന്ന പോലെയാണ് അച്ഛൻ നോക്കുന്നത്. അധികം തന്നെ. കുഴിപ്പള്ളത്ത് അച്ഛൻ ഇതൊക്കെ അറിയോ? കൊള്ളാം, അറിയോന്നോ? രച്ചു, നീ കൊച്ചിനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു, ഇവക്കെല്ലാം അറിയാവുന്നതാ. പറഞ്ഞിട്ടില്ലല്ലോ. ആ കണ്ട, അച്ഛൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്ക്. അച്ഛൻ KSEBിലെ ലൈൻമാൻ. രച്ചു എന്താ ചേച്ചി ചുമ്മാ തെറ്റിച്ചു പറയണേ? ഓവർ സീർ കേശു. മാതച്ച പറു അച്ഛനുണ്ടല്ലോ KSEBിലെ AE ആയിരുന്നു. ആ അങ്ങനെ പറഞ്ഞുകൊട്. എന്ന് പറഞ്ഞ എന്തുവാ? എന്തുവാ? ആ തേങ്ങ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതായിരുന്നു അച്ഛൻ. കേട്ടാ? നിങ്ങൾ വന്നോ? എന്താ പിള്ളേരെ വന്നിട്ട് പറയാതിരുന്നത്? ഈ ബാങ്കോട്ട് ഞാനിപ്പോ കനകത്തിനോട് പറയുമായിരുന്നു, അവരാന്ന് തോന്നുന്നു വർത്താനം കേൾക്കുന്നെന്ന്. കേശുവേ, ഓ ആ ടെസ്റ്റർ ഒന്നും എടുത്തേ. ടെസ്റ്റർ വേണോ? ആ എടുക്ക്. ഞാൻ നോക്കിയായിരുന്നു പറഞ്ഞോണ്ട്. നീ നോക്കുന്ന പോലെ അല്ല കേശു ഞാൻ നോക്കുന്നത്. നീ പോയി ടെസ്റ്റർ എടുക്ക്. ഓക്കേ എടുത്ത് കൊടുക്ക്. உங்களுக்கு குடிக்கிறதுக்கு டீ காஃபி ஜூஸ் ஏதாவது எடுக்கட்டா? അയ്യോ ഒന്നും വേണ്ട, ഇറങ്ങാൻ നേരത്ത് കഴിച്ചിട്ടാ ഇറങ്ങിയത്. ആ ആ ടെസ്റ്റർ ഉണ്ട്, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. എനിക്ക് തോന്നണതേ ഇതിന്റെ ഈ ഹീറ്റ് കൺട്രോളിന്റെ നോബില്ലേ, ഓ അത് പോയി കിടക്കണതായിരിക്കും. ഏയ് നോബല്ല, നോബ് ഞാൻ പറഞ്ഞോണ്ട് നോക്കിയായിരുന്നു. നീ നോക്കിയ ചെറുതായിട്ട് പൊളിച്ചു നോക്കിയായിരുന്നു. ചുമ്മാ അല്ല ഷോക്ക് അടിക്കണത്, ഇവൻ നോക്കിയിട്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ പവർ പ്ലഗിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. എവിടെ എന്റെ പ്ലഗ് പോയിന്റ് എവിടെയാ? അവിടെയുണ്ട്, റൂമിലുണ്ട്, പിന്നെ ദേ ഇവിടെയുണ്ട്. നമുക്ക് ഇവിടെ മതി. ആദ്യം ലൈൻ വരുന്നുണ്ടാ നോക്കാം. ഉണ്ടല്ലോ. ലൈനൊക്കെ ഉണ്ട്. കറണ്ടൊന്നും അടിക്കണില്ല. പക്ഷേ ഇവൻ ചൂടാവുന്നില്ല, അതാണ് പ്രശ്നം. ഇത് വേറെ കുഴപ്പമൊന്നുമില്ലെന്നേ. ഷോക്കടിക്കുന്നുണ്ട്. അതല്ലേ അവൻ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലല്ലോ. കിടലിന്റെ അടി അടിച്ചത് ഇപ്പോഴാ വിറയില് മാറിയിട്ടില്ല. ഇവിടുത്തെ ലൈനും മെയിൻ സ്വിച്ചിനും പുറത്തെ പോസ്റ്റിനും എന്തോ കംപ്ലൈന്റ് ഉണ്ട്. മൊത്തത്തിലാകെ അൽക്കുത്തായിട്ട് കിടക്കാണ്. അല്ലെങ്കിൽ ആ തേപ്പോട്ടിന്റെ ഷോക്ക് അങ്ങനെ വരില്ല. ആദ്യത്തെ പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു. കറണ്ട് കയറി വന്നുണ്ട് ഇടക്കിടക്ക്. ചെക്ക് ചെയ്യണം. പിള്ളത്തെ അച്ഛന് നേരത്തെ കറണ്ട് അടിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇങ്ങനെ ഇരിക്കണേ? ശരിക്കും കുഴപ്പം ഇതൊക്കെ ഒരു കറണ്ട് അടിയാണോടാ. ഇതൊക്കെ ചുമ്മാ ചീള് കേസ്. ഇതുപോലെ എത്ര കറണ്ട് കേറി ഇറങ്ങിയിട്ടുണ്ട് ഈ ശരീരത്തിൽ നിന്ന് അറിയാമോ? അച്ഛാ, ആ അച്ഛന് കറണ്ട് അടിച്ചപ്പോ നിലവിളിച്ചതേ
അച്ഛന്റെ ശരീരം കേട്ടായിരുന്ന? ആര് നിലവിളിച്ച്? ഞാൻ നിലവിളിച്ചില്ലല്ലോ. അപ്പൊ ശരീരം കേട്ടിട്ടില്ല, നമ്മള് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ കേശുവേ, ഓ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ശ്രദ്ധിച്ചതാടാ, ഇവിടത്തെ ലൈന് മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അത് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. അച്ഛാ, ഒരാൾക്ക് പെട്ടെന്ന് കറണ്ട് അടിച്ചു കഴിഞ്ഞാലേ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് ഒരാള് കറണ്ട് അടിച്ചിട്ട് തെറിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെന്നിട്ട് അയാളുടെ ഹൃദയമിടിപ്പ് പരിശോധിക്കുക, നാഡിയിടിപ്പ് പരിശോധിക്കുക. അതുണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഇയാൾ തെറിച്ച് വീണില്ല, കറണ്ട് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. ഇത് ഓഫാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഉണങ്ങിയ മരക്കമ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കസേരയോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് അയാളെ അടിച്ച് തട്ടി ദൂരെ തെറിപ്പിച്ച് കളയുക. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ ഇരുമ്പ് കസേരയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ വസ്തുക്കളോ നനഞ്ഞ തുണികളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. തിരിച്ച് ഷോക്ക് നമുക്ക് കിട്ടും. മനസ്സിലാവണ്ട? അപ്പോ ഈ ഷോക്കേറ്റ് അടിച്ചു കിടക്കണ ആള് ശ്വാസം വലിച്ചില്ലെങ്കിൽ CPR കൊടുക്കാവോ? CPR കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ ഷോക്കേറ്റ് കിടക്കുന്ന ആൾക്ക് കഴുത്തിനോ നട്ടലിനോ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തുടരുത്. ഒരു ഡോക്ടർ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അച്ഛാ, ഇപ്പൊ ഒരാൾക്ക് ഷോക്ക് അടിച്ച് അപ്പൊ തട്ടി മാറ്റാനായിട്ട് മരക്കമ്പോ പ്ലാസ്റ്റിക് കസേര ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റൂല മോളെ. നോക്കി നിൽക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതാണ്, കറണ്ടിന്റെ അടുത്ത് കളിക്കാൻ പാടില്ല നമ്മള്. ആ കേശു, ഓ ആ ടെസ്റ്റ് എടുത്തിട്ട് വാ. ഇനി എന്തിനാ ടെസ്റ്റർ? ടെസ്റ്റർ വേണം. നമുക്ക് ഇവിടുത്തെ ലൈൻ മൊത്തം ചെക്ക് ചെയ്യണം. അതുകൂടാതെ പുറത്തെ സ്വിച്ച് ബോർഡുകൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടുത്തെ പോസ്റ്റ് ചെക്ക് ചെയ്യണം. ലൈൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഓവർ ലൈറ്റ് കയറി വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പോസ്റ്റ് ആ ടെസ്റ്റർ കൊടുക്കാം. അതച്ഛാ, ആ ഈ പണി അറിയാന്നും പറഞ്ഞു വന്ന് കൊറേ പേര് ഇത് പയറ്റി നോക്കിയിട്ടുള്ളതാണ്. അവന്മാരാണിത് കൊളവാക്കി വെച്ചേക്കണത് മോളെ. ആ, അപ്പൊ നമുക്ക് നല്ലൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെക്ക് ചെയ്യിപ്പിച്ചാ പോരെ? ഇനിയിപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ പോസ്റ്റിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് KCBയില് നമുക്ക് പരാതി കൊടുക്കാം. അതെ, പരാതി കൊടുക്കാം. അവര് നോക്കിക്കോളുമല്ലോ. എന്താ ലച്ചു ഈ പറയണത്? ഒരു കാലത്ത് KSEB എന്ന് പറയുന്നത് ഈ ജനാർദ്ദനായിരുന്നു. എത്ര പ്രൊജക്ടുകൾക്ക് ചുക്കാൻ പിടിച്ച ആളാണ് ഞാൻ. ആ എന്നോടാണ് ഈ പറയണത്. അല്ല, എനിക്കറിയാം, എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞത്. വേണ്ടാ, ഒന്നും പറയാൻ നിൽക്കണ്ട. യേശു, നമുക്ക് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓ, നമുക്ക് ആദ്യം വരാന്തയിൽ തുടങ്ങാം. കുഴിപ്പുളത്ത് എങ്ങനെ നേരത്തെ അത്താഴമൊക്കെ കഴിക്കുവോ? അവിടെ നേരത്തെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അത്താഴം എല്ലാം കഴിയും. ചില ദിവസം ചപ്പാത്തിയൊക്കെ ആയിരിക്കും, 2 ചപ്പാത്തിയും ഇച്ചിരി വെജിറ്റബിൾസും കഴിക്കും. ചില ദിവസം കഞ്ഞിയായിരിക്കും, ചില ദിവസം ഒന്നും കഴിക്കത്തില്ല. അയ്യോ, ഒന്നും കഴിക്കാതെ അങ്ങനെ കിടക്കും? അല്ല, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞേ, അച്ഛൻ. എനിക്ക് വയറ് നിറച്ച് കഴിക്കണം, അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അവിടെ പടവലത്തെ അവരുടെ അപ്പൂപ്പനും അങ്ങനെയാ. ഇങ്ങനെ വയറ് നിറച്ച് കഴിക്കണോ? ഇല്ല, വൈകുന്നേരം ഒരു 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് ഒരു ഇച്ചിരി ചൂട് കഞ്ഞി അതേ കഴിക്കൂ. അതിന്റെ കൂടെ ഉച്ചക്കലത്തെ ചമ്മന്തിയോ തോരനോ എന്തെങ്കിലും കാണും, അത് കൂട്ടി എങ്ങ് കഴിക്കും. ஆனா இங்க கேசு பாரு அப்படி இல்ல, அவங்களுக்கு நிறைய சாப்பிடணும். நைட்டு சோறெல்லாம் சாப்பிட மாட்டாங்க. டிஃபன் இருக்குல்ல, அதுதான் வேணும். അല്ല, കനകത്തിന്റെ കാര്യം എങ്ങനെയാ? തമിഴ് ഫുഡ് കഴിക്കുള്ളോ? எனக்கு அப்படியெல்லாம் இல்ல, என்ன கிடைச்சாலும் நான் சாப்பிடுவேன். சத்தியம் சொன்னா திருப்பி கடிக்காத எதுவும் நான் சாப்பிடுவேன். അതൊക്കെ ചുമ്മാ പറയുന്നേ. ദേ, കോഴി കൊത്തുന്നത് പോലെ ഒരു ഇച്ചിരിയേ കഴിക്കുന്നേ. എന്ത് കോഴി കൊത്തുന്ന പോലെ, ഇങ്ങനെ കൊത്തുന്ന പോലെ. കേശു, ഓ, വാ, ഇനി നമുക്ക് കിച്ചണിൽ നോക്കാം. ആ, ഓക്കെ. ആ, എല്ലാവരും ദയവേത് സഹകരിക്കണം. KSEBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിട്ടയർഡ് ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് നോക്കാനുണ്ട്. ഇത്ര നേരം പുറത്ത് ഞങ്ങൾ മെയിൻ സപ്ലൈ നോക്കിയായിരുന്നു.
അത് സൂക്ഷിച്ചേ. അല്ല പോസ്റ്റ് നോക്കി, പോസ്റ്റിന് ഇങ്ങോട്ട് വരുന്ന ലൈനില്ലേ വീട്ടിലോട്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് മെയിൻ മീറ്റർ നോക്കി, അതിനും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതേപോലെ കുറെ സ്വിച്ച് ബോർഡ് നോക്കി, 2-3 കറണ്ട് അവിടെ ഇവിടെയൊക്കെ ലീക്ക് ഉണ്ട്. അതുകൊണ്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് ഒന്ന് അഴിച്ചു പണിയണമെന്നാണ് സാർ പറയുന്നത്. ആ സൈഡിൽ എന്തോ ഇല്ലേ? ഓ ഉണ്ട്, അല്ല അതിന് ഇവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന്? ഞാനൊന്ന് നോക്കട്ടെ. കണ്ടോ, അറിയാവുന്നവർ വന്ന് നോക്കിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ദേ വെറുതെ കുഴപ്പമുണ്ടെങ്കിൽ നേരത്തെ കറണ്ട് അടിച്ച പോലെ കറണ്ട് അടിക്കും കേട്ടോ. കേശു, ഇവിടെ വലിയ കുഴപ്പമില്ല, കിച്ചൺ ഓക്കെയാണ്. നമുക്കിപ്പോ പ്രശ്നമുള്ളത് പുറത്ത് 1-2 ഫാനുകളുടെ റെഗുലേറ്റർ നമുക്ക് മാറ്റണം, കപ്പാസിറ്റർ മാറ്റണം കേട്ടോ. നിനക്ക് കുറച്ച് പരിപാടികളൊക്കെ അറിയാലോ. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാം. എന്താ സീത എന്താ പറഞ്ഞു വന്നത്? അറിയാവുന്ന പണി ചെയ്താ പോരെ എന്റെ ഏട്ടാ. അതല്ലേ ഞാൻ ചെയ്യുന്നത്. அப்படின்னா இனி எங்க ஏதாவது சாதனம் கேடானா நீங்க இருக்கீங்கல்ல அதை சரியாக்குறதுக்கு. ഇങ്ങനെ ചുമ്മാ മോട്ടിവേഷൻ കൊടുക്കരുതേ. ചുമ്മാ സീത, അങ്ങനെ ചിന്ന ചിന്ന പരിപാടികൾ ചെയ്യുന്ന ആളല്ലേ ഞാൻ. യേശുവിനെ അറിയാമോ? മൂവാറ്റുപുഴ സബ്സ്റ്റേഷനിലേക്ക് 11 kV ലൈൻ വലിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ. ഇതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് ഭയങ്കര ഓർമ്മയാ. നിങ്ങൾ ഒരുപാട് കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം കൂടെ ഓർത്ത് വെച്ചോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മറന്നുപോയി. അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചെമ്പകരാമൻ പിള്ള സാറ് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഇതേപോലെ എത്ര കഥ കേട്ടേക്കണേ. കഥ കേട്ട് കേട്ട് തന്നെ എന്റെ ജീവിതം തീരും. ഇങ്ങനത്തെ കഥകൾ കേൾക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുമായിരുന്നു. உங்களுக்கு நான் டீ எடுக்கட்டா? ചായയും കാപ്പിയും ഒന്നും ഇപ്പൊ വേണ്ട, ആദ്യം ഈ ഇൻസ്പെക്ഷൻ ഒന്ന് തീരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. ഞാനൊരു കാര്യം പറയുന്നോണ്ടൊന്നും തോന്നരുതേ. ചില ആൾക്കാരുണ്ട് ഈ റിട്ടയർഡ് ആയി കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞാലും അവർ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കഥകൾ ഇങ്ങനെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കത് ബോറടിക്കത്തില്ല, അവർക്ക് പറയുമ്പോൾ രസമാണല്ലോ. എന്നാൽ മറ്റുള്ളവർക്കത് ബോറടിക്കുന്നെന്ന് അവർക്ക് മനസ്സിലാവത്തേ ഇല്ല. കറക്റ്റ്, അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. രാമകൃഷ്ണ ചേട്ടൻ പുള്ളി റിട്ടയർഡ് ആയിട്ടുണ്ടല്ല, ഉറപ്പിക്കലായിരുന്നു. സർവീസിലെ കഥ പറഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ബോറടിക്കണമെന്ന് പുള്ളിക്ക് തോന്നൂല. ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ തൊഴിലിന്റെ മഹത്വം അത് പറയേണ്ട കാര്യം തന്നെയാണ്. എത്രയോ ഇരുട്ടിലായ ഗ്രാമങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നവരാണ് ഈ KSEBക്കാരെന്ന് അറിയാമോ? അപ്പറഞ്ഞത് ശരിയാ. കഷ്ടപ്പെട്ട് ഓരോരോ ജോലി ചെയ്തവർക്ക് അതിന്റെ കോട്ടങ്ങളെ കുറിച്ചും നേട്ടങ്ങളെ കുറിച്ചും പറയാൻ പറ്റത്തുള്ളൂ. ഇവരുടെ അപ്പൂപ്പന്റെ കൂട്ടുകാരുണ്ടായിരുന്നു, പഴയ കൂട്ടുകാര്. അവരെ ഒരു 3-4 മാസം കൂടി ഇരിക്കുമ്പോഴൊക്കെ അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരും. വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നിനെ കുറിച്ചും പറയാനില്ല. അവർക്ക് കൃഷിയെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കൃഷി പുതിയതായിട്ട് കൃഷി ഇറക്കുന്നതിനെ പറ്റിയും അതിന് ലാഭത്തിനെ കുറിച്ചും നഷ്ടത്തിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പാതിരാത്രി വരെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടേ അവർ പോവത്തുള്ളൂ. അമ്മക്ക് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. യേശു, നമുക്കിനി പുറത്തു പോയി ചെക്ക് ചെയ്യാനുണ്ട്. വേറൊരു കഥയുണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂലമറ്റം പവർ സ്റ്റേഷനിലെ ജനറേറ്റർ അടിച്ചു പോയി ഒരു ദിവസം. കഥ നമുക്ക് പോണ വഴിക്ക് പറയാ. അപ്പൊ ഞാനും അസിസ്റ്റന്റ് എഞ്ചിനീയർ വേറൊരാളായിരുന്നു. വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? അപ്പൊ കേശു 97-ലാണ് ഞാൻ കൊല്ലത്ത് നമ്മുടെ മുഖത്തല KSEBയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഒരു ദിവസം വൈകിട്ട് ഞാൻ ഓഫീസിലേക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ. ഞാൻ സൈക്കിളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ പെരുമഴ, ഇടിവെട്ടി മഴ. പെട്ടെന്നാണ് ഞാൻ കണ്ടത് ലൈൻ പൊട്ടി റോഡിലെ വെള്ളത്തിൽ കിടക്കണ്. അപ്പൊ അച്ഛൻ ടക്കിനെ അപ്പുറത്ത് കമ്പെടുത്ത ലൈൻ കുത്തിപ്പിടിച്ചോണ്ട് 1.5-2 മണിക്കൂർ നിന്ന്. അതുകൊണ്ട് ഒരുപാട് ജീവൻ ഒന്ന് രക്ഷിക്കാൻ പറ്റി. അത് കണ്ടിട്ട് അവിടുത്തെ അന്നത്തെ മറ്റേ സൂപ്പർവൈസറോ എന്തായിരുന്നു എഞ്ചിനീയർ, പുള്ളിക്കാരൻ വന്നിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. അതല്ലേ ഈ കഥ നിനക്ക് എങ്ങനെ അറിയാം? ലച്ചേച്ചി പെണ്ണ് കാണാമെന്ന് ഓർമ്മയുണ്ട് അച്ഛന്? അന്ന് ഒരു കേൾക്കുകയാണ് ഞാനിത്. അതെ, പക്ഷേ അച്ഛന്റെ കഥ എത്ര കേട്ടാലും ബോറടിക്കില്ല. അതാണ് അച്ഛന്റെ കഥകളുടെ ഗുണം. കറക്റ്റ്. ഓളൂടെ വന്നാ. അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. നമ്മളുടെ ചെക്കിങ് ഇപ്പൊ ഏകദേശം പൂർത്തിയായി. ഒരു കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇത്തിരി കോംപ്ലിക്കേഷൻ ആയിരിക്കും എന്നാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആകെയുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാലേ ഈ കാണുന്ന സ്വിച്ച് ബോർഡിലാണ്. ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിന്റെ ലൈൻ അപ്പുറത്തെ റൂമിലേക്കാണ് പോയേക്കുന്നത്. ആ ജംഗ്ഷനിൽ നിന്ന് ഓവർലോഡ് കയറിയത്താണ് നമുക്ക് നേരത്തെ അയൺ ബോക്സിന് ഷോക്ക് അടിച്ചത്. ആ പ്രശ്നം നമ്മളിപ്പോ പരിഹരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയ അയൺ ബോക്സ് എടുത്തിട്ട് വാ. ഏത് അയൺ ബോക്സ്?
രാവിലെ ഷോക്ക് അടിച്ചില്ലേ ആ അയൺ ബോക്സ്. എടാ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം അയൺ ബോക്സിന്റെ കുഴപ്പമില്ല, ഇതിന്റെ പ്രശ്നമായിരുന്നു. അത് നമ്മൾ പരിഹരിച്ചു. അപ്പൊ ഇനി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പോയി എടുത്തിട്ട് വാ. നിർബന്ധമാണോ? നിർബന്ധമാണ്. അല്ല ഞാൻ പറഞ്ഞു തന്നെന്താന്ന് വെച്ചാലേ, നമുക്ക് ഇതിപ്പോ ആവശ്യമുണ്ടോ? അത് ഓൾറെഡി അത് കുറച്ച് കംപ്ലൈന്റ് ആയിട്ടിരിക്കുകയാണല്ലോ. സംശയമുണ്ടല്ലോ നിനക്ക്. ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം. പണ്ട് ഇതുപോലെ ഒരു അയൺ ബോക്സ്. കുഴപ്പമില്ല, അയൺ ബോക്സ് അല്ലേ, ഞാൻ പോയി എടുത്തിട്ട് വാ. അച്ഛാ, ആ ഈ വെള്ളത്തിൽ നല്ല കറണ്ട് ഉണ്ടാവുന്നേ. അതെ, പിന്നെ സോളാറിൽ നിന്നും കറണ്ട് ഉണ്ടാവും. കറണ്ട് ഉണ്ടാവും. പിന്നെ ഏതിന്നാ? പിന്നെ ഇതിന്ന് ആലോചിച്ച്, കാറ്റിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. ആ അത് തന്നെ. അതെങ്ങനെയാ കാറ്റിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്? അതെങ്ങനെയാ? വിൻഡ് മിൽ എന്ന് കേട്ടിട്ടുണ്ടാ? വലിയ കാറ്റാടി യന്ത്രം. ആ വലിയത്. അതെന്തിനാ അതങ്ങനെ കുഴിച്ചിട്ടേക്കണത്? ഒരുപാടെണ്ണം. അറിയത്തില്ല. കറണ്ട് ഉണ്ടാക്കാൻ. അച്ഛാ, അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചെലവില്ലാതെ കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അച്ഛൻ വിചാരിച്ചാൽ മാത്രമല്ല, മോള് വിചാരിച്ചാലും ചെലവില്ലാതെ നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ? അതിനുവേണ്ടി മോള് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രയത്നിക്കണം, പരീക്ഷണങ്ങൾ നടത്തണം. കേട്ടിട്ടില്ലേ? നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നങ്ങളും പരീക്ഷണങ്ങളുമാണ്. മനസ്സിലാവണ്ട? ആ ആ എത്തിയാ? അച്ഛനവസാനം ഈ അയൺ ബോക്സ് നന്നാക്കാൻ തീരുമാനിച്ചല്ലേ? ഈ അയൺ ബോക്സിന് ഒരു കുഴപ്പമില്ല മോളെ. കുഴപ്പമുണ്ടായിരുന്ന ആ സ്വിച്ച് ബോർഡിനാണ്. അത് ഞങ്ങൾ റെഡിയാക്കി. ഇനിയിപ്പോ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത്രേ ഉള്ളൂ പരിപാടി. അല്ല അതിന്റെ ആവശ്യമുണ്ടോ? എന്തേ? അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അച്ഛന് വിശ്വാസക്കുറവുണ്ടോ? എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. പിന്നെന്താ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഉണ്ടോ? ആദ്യം നമുക്ക് ഇതിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? വരുന്നുണ്ട്. ഞാൻ നോക്കിയതല്ലേ, ഒക്കെ റെഡിയാക്കിയതല്ലേ. അപ്പൊ ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അയൺ ബോക്സ് ചൂടായോ എന്നറിയാൻ വേണ്ടി അതുമ്പോൾ തൊട്ട് നോക്കേണ്ട കാര്യമില്ല. കൈ ജസ്റ്റ് ഒന്ന് അടുത്തുകൊണ്ടായാൽ മതി. അപ്പൊ ആ ചൂട് തട്ടുമ്പോൾ അറിയാൻ പറ്റും ചൂടായിട്ടുണ്ടെന്ന്. ഇപ്പൊ ചൂടായി കാണും. കേശു ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയേ. ടച്ച് ചെയ്ത് നോക്ക്. നീ നോക്കണം, ഞാൻ നോക്കണതിരാ. എന്നാ പിന്നെ രണ്ടുപേർക്കും പേടിയുണ്ടല്ലേ? അച്ഛൻ ഒരു പേടിയില്ല, അച്ഛൻ ടെസ്റ്റ് ചെയ്യാം. കാരണം ഉണ്ടല്ല, ഈ കറണ്ടിൽ കിടന്ന് കളിക്കാൻ തുടങ്ങി കാലം എത്രയെന്നറിയാമോ? ഇത് കണ്ട, ഇത്രയും ചെല്ലാൻ പാടുള്ളൂ. നമ്മൾ മുട്ടിക്കരുത്. ചൂടായിട്ടില്ല. അപ്പൊ എനിക്ക് എന്റെ ബലമായ സംശയം ഇതിന്റെയാണ് കംപ്ലൈന്റ്. സ്വിച്ച് ബോർഡ് നമ്മൾ റെഡിയാക്കിയതാണല്ലോ. അപ്പൊ ഈ അയൺ ബോക്സിന്റെ കംപ്ലൈന്റ് ആണ്. അതാ ഞാൻ പറഞ്ഞേ നമുക്ക് പുറത്തു കൊണ്ടേ കൊടുക്കാന്ന്. എന്ത് കാര്യത്തിന്? നമുക്ക് റെഡിയാക്കാം. അതാണ് അതിന്റെ ശരി. കാരണം കേടായ സാധനങ്ങൾ നമ്മളത് മെക്കാനിക് ചെയ്ത് റെഡിയാക്കി എടുത്ത് ഉപയോഗിക്കുന്നതിന്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ് മോളെ. അതൊക്കെ ശരിയാണ്, പക്ഷെ ശരിയാക്കിയിട്ട് ഉപയോഗിക്കണം, എന്നാലേ ത്രില്ലുള്ളൂ. ഇപ്പൊ ഞാൻ റെഡിയാക്കി തരാമേ. അമ്മൂമ്മേ, അനിയന്റെ, എല്ലാരും ഓടി വാ. കേശോട്ടാ, ചേച്ചി, കുഴപ്പമില്ലത്തമ്മേ, അമ്മൂമ്മേ, കനയാൻറ്റി. ഓ, ആർക്കൊന്നും പറ്റിയിട്ടില്ല. എത്ര വൈദ്യുതിയാ പാഴായി പോയത് അല്ല അച്ഛാ? വൈദ്യുതി അമൂല്യമാണ് മോളെ, പാഴാക്കി കളയാൻ പാടില്ല.